എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ നൽകുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോ ആണ്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഡോ ജോൺസ് മാത്രമാണ് US മാർക്കറ്റിലൊരു നെഗറ്റീവ് ആയിട്ടുള്ളത്. ബാക്കി രണ്ടും പോസിറ്റീവാണ്. അതുപോലെ യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി രാവിലെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇതുവരെ. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ്. അതേസമയം ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇന്നലെ ഒരു ഹ്യൂജ് ഫാളായിരുന്നു. അതേസമയം ഇന്ന് ഒരു 600 പോയിൻ്റ് പോസിറ്റീവിലാണ് ഉള്ളതിപ്പോൾ. എന്തായിരുന്നാലും ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ഓപ്പണാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം. വളരെയധികം സൈഡ് വേക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണിന്ന്. കാരണം നാളെ ഹോളിഡേ അവധി ആയതുകൊണ്ട്, ഗാന്ധി ജയന്തി അവധി ആയതുകൊണ്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല സൈഡ് വേ പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും നോക്കാം. ഓക്കെ, നമ്മൾ ഇന്നലെ കൊടുത്ത 4 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ആദ്യം ഒന്ന് നോക്കാം. ഒന്നാമത്തേത് KEC 1040 ഒരു എൻട്രി നമ്മൾ പറഞ്ഞിരുന്നത്. 15 മിനിറ്റ് ക്യാൻഡിലാണ് സാധാരണ രീതിയിൽ എപ്പോഴും സ്റ്റോക്കുകൾ നമ്മൾ അനാലിസിസ് ചെയ്യാറുള്ളത്. ആ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 10 മണിയുടെ ഈ ഒരു ക്യാൻഡിൽ തന്നെ, അതായത് 9:45 ക്യാൻഡിൽ തന്നെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. പക്ഷേ അത് 1049, 1045 ക്ലോസ് ചെയ്തത്. നമുക്ക് എൻട്രി വന്നിട്ട് 1040 അവിടെ നിന്ന് ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം സ്ലൈറ്റ്ലി ചെറുതായിട്ട്, അതായത് 1044 വരെ വന്നുള്ളൂ. പക്ഷെ നമുക്കവിടെ ഒരു എൻട്രിക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എൻട്രി ലഭിച്ചു. ഫസ്റ്റ് ടാർഗറ്റായ 1047, സെക്കൻഡ് ടാർഗറ്റായ 1052 പോയി. സ്റ്റോക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 1068. അതുകൊണ്ട് തന്നെ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് PFC. ചില സ്റ്റോക്കുകൾ ഇങ്ങനെയാണ്, മാർക്കറ്റ് എത്ര ഫോളോ ആയാലും അത് അതിൻ്റെ പെർഫോമൻസ് കാഴ്ചവെക്കും, മുകളിലേക്ക് തന്നെ പോകും. ഇനി മാർക്കറ്റ് എത്ര പോസിറ്റീവ് ആണെങ്കിലും ചില സ്റ്റോക്കുകൾ ഡൗൺ ആണെങ്കിൽ ഡൗണിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് നമുക്ക് സ്റ്റോക്കുകളിൽ ഏത് നിമിഷം അനാലിസിസ് ചെയ്തുകൊണ്ട് എടുക്കാം. അടുത്ത PFC ആയിരുന്നു. 496 ഒരു എൻട്രി പറഞ്ഞിരുന്നത്. 11:45 സമയത്താണ് നമുക്കത് ആ ലൈന് 496 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. 496 നമുക്ക് അതിനുശേഷം ഒരു ചെറിയ റീടെസ്റ്റ് വന്നു. അതിനുശേഷം തിരിച്ച് കയറുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. എൻട്രി ലഭിച്ച സ്ഥിതിക്ക് 498 ഹൈ ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് ക്യാൻഡിൽ 497, ഡൗൺ സൈഡ് 494 വരെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. നമുക്ക് പിന്നീട് 498.50 വരെ സ്റ്റോക്ക് ഹൈ പോയിട്ടുണ്ട്. 498.50, 498.85, 499, അതായത് ഫസ്റ്റ് ടാർഗറ്റ് അതിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് PFCയിൽ. അതിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഇൻഡസ് ടവർ ആയിരുന്നു. ഇൻഡസ് ടവറിൽ നമുക്ക് 395 ഒരു എൻട്രി ആയിരുന്നു. പക്ഷേ നമുക്ക് ഇപ്പോൾ തന്നെ ഈ ചാർട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട് നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. അടുത്തത് ലാസ്റ്റ് വൺ AU ബാങ്ക് ആയിരുന്നു, സ്മാൾ ബാങ്ക്. സ്മാൾ ബാങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് പലരും ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അതിൻ്റെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് അങ്ങനെയായിരുന്നു. 735 ഒരു എൻട്രി പറഞ്ഞിരുന്നത്. നമുക്ക് ഇവിടെ തന്നെ, അതായത് 9:30 തന്നെ എൻട്രി ലഭിച്ചു. ബട്ട് പിന്നീട് താഴേക്ക് വന്നു, 730 വരെ വന്നു. നമ്മുടെ 730.50 ആയതുകൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 730 ആയതുകൊണ്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല. പിന്നീട് നല്ല ഒരു റാലിയാണ് നടത്തിയത്. അതായത് സെക്കൻഡ് ക്യാൻഡിൽ തന്നെ 740, ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 744. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 739, സെക്കൻഡ് ടാർഗറ്റ് 741. അതുകൊണ്ട് അതിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും. ഏതായിരുന്നാലും 4 സ്റ്റോക്കുകളിൽ 3 പ്രോഫിറ്റിലാണ്, 1 നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഏതായിരുന്നാലും നമ്മുടെ സ്റ്റോക്ക് അനാലിസിസിൽ കൂടുതലായും സ്റ്റോപ്പ് ലോസ് അടിക്കാറില്ല. അപൂർവം ചില ദിവസങ്ങളിൽ മാത്രമേ സ്റ്റോപ്പ് ലോസ് അടിക്കാറുള്ളൂ. നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 സ്റ്റോക്കുകളിൽ ഒന്ന് ബർഗർ പെയിൻ്റാണ്. ബർഗർ പെയിൻറ്റ് ഈ ഒരു ഏരിയയിൽ
ഒരു ചെറിയ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നോക്കൂ ഇവിടെ 624 ചെറിയ റെസിസ്റ്റൻസ് ആണ്. ആ 624 ബ്രേക്ക് ചെയ്തതിന് ശേഷം 625 നമുക്ക് എൻട്രി ഉചിതമായിട്ടുണ്ടാവുക. അങ്ങനെ 625 എടുത്താൽ 621 നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 629 ഫസ്റ്റ് ടാർഗറ്റും 633 സെക്കൻഡ് ടാർഗറ്റുമായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് അതിന് മുകളിലൊക്കെ പോകും. ബർഗർ പെയിൻ്റാണ്. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് AWL. AWLലെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്തായാലും ഇന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. നോക്കൂ, മാത്രമല്ല ഇവിടെ ഒരു ട്രെൻഡ് കൂടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുത്ത് പോകാൻ കഴിയും. നോക്കൂ, ഈ ട്രെൻഡ് ലൈനിനെ ഇന്നലെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മുകളിൽ 352 എൻട്രി എടുത്താൽ മതി. ഈ പ്രീവിയസ് ഹൈ കണക്കൂട്ടിക്കൊണ്ട് 352 എൻട്രി എടുത്തു കഴിഞ്ഞാൽ 349.50 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഈ ഒരു സിംഗിൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ 354.50, 356 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഓക്കെ, AWL നമ്മുടെ സ്റ്റോക്കിൽ മൂന്നാമത്തെ ഈ മുദ്രയാണ്. ഈ മുദ്ര പലപ്പോഴും നമുക്ക് നല്ല പ്രോഫിറ്റ് നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പ്രത്യേകം എപ്പോഴും വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. നല്ല പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. നോക്കൂ, നല്ല രീതിയിൽ തന്നെ ഈ ഒരു റേഞ്ച് പലതവണ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് വീണ്ടും താഴെ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഇന്ന് ഒരു പരീക്ഷണം നടത്താം. ഈ ഒരു ഏരിയ 889 എന്നുള്ളൊരു ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. 890 എൻട്രി നല്ലത്. അങ്ങനെ 890 എൻട്രി എടുത്ത് കഴിഞ്ഞാൽ 895 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 885 സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. 895, 896 ഫസ്റ്റ് ടാർഗറ്റും 901 സെക്കൻഡ് ടാർഗറ്റും വയ്ക്കാം. സ്റ്റോക്ക് അതിന് മുകളിലൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. നല്ല സ്റ്റോക്കാണ്. പരമാവധി സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് വൺ സെഞ്ചുറി ടെക്സ്. ഒരു പാരലൽ ചാനലിൽ ആണ് സ്റ്റോക്ക് ഉള്ളത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്താൽ 2869 2870 എൻട്രി എടുത്താൽ മതി. 2870 എൻട്രി എടുക്കുമ്പോൾ 2861 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഓക്കെ, 2860, 61 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 2880, 2888 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഈ ഒരു റേഞ്ച്, അതായത് 2899, 2900 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് വീണ്ടും ഒരു 4-5 പോയിൻ്റ് കൂടെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഏതായിരുന്നാലും നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനാലിസിസ് ചെയ്തുകൊണ്ട് പൂർണ്ണ ബോധ്യത്തോടു കൂടി എടുക്കുക. ഏതൊരു മെൻറ്ററാണെങ്കിലും ടെക്നിക്കൽ അനാലിസിസിൻ്റെ സഹായത്തോടെയും അതുപോലെ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസോടു കൂടിയായിരിക്കും നിങ്ങൾക്ക് സജഷൻ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അതൊന്നും 100% വിജയിച്ചോളണം എന്നില്ല. നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടെ നിങ്ങൾ കണക്കാക്കണം. അതേപോലെ തന്നെ കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത്. ഈ ഒരു മേഖല തട്ടിപ്പും വെട്ടിപ്പുമാണ്. ഇത്രയൊക്കെ സുതാര്യമായി പോയിട്ടും ഇന്നലെ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നു പറ്റിപ്പാണെന്ന്. അത് ഏത് തരത്തിലാണ് ഞാൻ പറ്റിച്ചത് എന്നുള്ളത് എനിക്കറിയുന്നില്ല. അയാൾ പറയുന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, പൈസ പോയി, പിന്നീട് യാതൊരു പ്രതികരണവും ഇല്ല എന്നുള്ളതാണ്. ആരെങ്കിലും ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പൈസ പോയതിനെ കൊണ്ട് ഞാൻ ഉത്തരവാദിയല്ല. എൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പൈസ പോയിട്ടുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടാം, സംസാരിക്കാം. അതിനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് ടെലഗ്രാമിൽ. മനസ്സിലായില്ലേ? അപ്പോൾ
നമ്മുടെ പേഴ്സണൽ മെസ്സേജ് വന്ന് സംസാരിക്കാമല്ലോ. എന്താണ് നിങ്ങൾ പൈസ കെട്ടിക്കഴിഞ്ഞിട്ട് പൈസ പോയി എന്നും പറഞ്ഞിരുന്നാൽ ആരും വീട്ടിൽ കൊണ്ടുവന്ന് തരുമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇത് സ്വപ്നം കാണാനോ അല്ലെങ്കിൽ പ്രവചിക്കാനോ അതുപോലെ നിങ്ങളിങ്ങനെ പൈസ കെട്ടിയെന്ന് കാണാമറയത്തിരുന്ന് മനസ്സിലാക്കാനോ നമുക്ക് അത്തരത്തിലുള്ള സിദ്ധിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ലിങ്കിൽ കയറിയിട്ട് ഏതെങ്കിലും തരത്തിൽ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തിനാണ് അടച്ചത് എന്നും എപ്പോഴാണ് അടച്ചത് എന്നും അതിനുള്ള തെളിവുകളുമായിട്ട് വന്നാൽ തീർച്ചയായും നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ 2 വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനൽ ആക്റ്റീവാണ്. നമ്മുടെ മെമ്പേഴ്സിന് കാര്യങ്ങൾ അറിയാം. മനസ്സിലായില്ലേ? ആരെങ്കിലും ഒരിക്കൽ ഈ പറ്റിപ്പാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ദോഷം ചെയ്യും. അത് നമുക്ക് ദോഷം ചെയ്യില്ല, അത് തിരിച്ച് നിങ്ങൾക്ക് തന്നെയായിരിക്കും ദോഷം ചെയ്യുക. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ആരെയും പറ്റിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ആരെയും പറ്റിക്കാനും ഞാൻ തയ്യാറല്ല. പരമാവധി എല്ലാവരെയും ഒരു മാർക്കറ്റിൽ എത്രയോ പേരുകൾ, അതായത് ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി വന്ന 90% അല്ലെങ്കിൽ 95% ആളുകളും പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്. ഒരാൾ പോലും കാശ് പോകാതെ ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് മുന്നോട്ട് പോയ ചരിത്രം എൻ്റെ അറിവിലില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ ഭാഗ്യത്തിൻ്റെ മഹാഭാഗ്യമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത്തരം ലോസ് ആയവർക്കൊക്കെ നമ്മൾ റിക്കവർ ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടിൽ ഏതെല്ലാം തരത്തിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ മെമ്പേഴ്സിന് മനസ്സിലാവും. അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഈ കമൻറ്റുകളൊക്കെയുമായി വന്നാൽ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. നമുക്കത് പ്രയാസമില്ല, പ്രശ്നമില്ല. പക്ഷേ അത്തരത്തിലുള്ള മോശമായ കമൻറ്റുകൾ എഴുതുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കണം, ഇത് സത്യമാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത്. ഓക്കെ, നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.